തിരുവനന്തപുരത്ത് വെച്ച് ഓഗസ്റ്റ് 19, 20, 21 തീയതികളിൽ നടക്കുന്ന സീനിയർ ജേർണലിസ്റ്റ്സ് ഫോറം ദേശീയ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം മലപ്പുറത്ത് സംഘടിപ്പിച്ച വിളംബര സമ്മേളനവും ജാഥയും സംഘടനയുടെ പതാക സംസ്ഥാന സെക്രട്ടറി പി ബാലകൃഷ്ണന് കൈമാറിക്കൊണ്ട് പി ഉബൈദുള്ള MLA ഉദ്ഘാടനം ചെയ്തു. പരിമിതമായ സൗകര്യങ്ങളും തുച്ഛമായ ശമ്പളവും മാത്രമുണ്ടായിരുന്ന പഴയ കാലത്ത് പൂർവ്വ പത്രപ്രവർത്തകർ നടത്തിയ പ്രവർത്തനം ത്യാഗോജ്വലമായിരുന്നുവെന്ന് MLA പറഞ്ഞു. മലപ്പുറത്തെ മുതിർന്ന പത്രപ്രവർത്തകരുടെ കൂട്ടായ്മയാണ് സീനിയർ ജേർണലിസ്റ്റ്. ഈ സംഘടന ഇപ്പോൾ സംസ്ഥാന തലത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നടക്കുന്ന ദേശീയ സമ്മേളനത്തോടുകൂടി ദേശീയ തലത്തിലേക്ക് സംഘടനയെ വ്യാപിക്കുകയാണ്. പത്രപ്രവർത്തകരായ നിങ്ങളോട് നിങ്ങൾ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൗത്യം സംബന്ധിച്ച്, സേവനം സംബന്ധിച്ച് ഞാൻ പറയുന്നത്, പ്രത്യേകിച്ച് മലപ്പുറത്തെ പത്രപ്രവർത്തകർ ഈ ജില്ലയുടെ ഒരുപക്ഷെ രൂപീകരണ കാലഘട്ടത്തിലാണ് ഇവരെ ഇരിക്കുന്ന സീനിയർ പത്രപ്രവർത്തകരായി എഴുതി. അതിനുശേഷം ഈ ജില്ലയിലുണ്ടായിട്ടുള്ള എല്ലാ രംഗത്തെയും പുരോഗതി പ്രധാന പങ്കുവഹിച്ചത് മാധ്യമപ്രവർത്തകരാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. മലപ്പുറം ജില്ലയെ ഇന്ന കാലം രൂപപ്പെടുത്തിയെടുക്കുന്നു. ജനപ്രതിനിധികളൊപ്പം ജനങ്ങൾക്കൊപ്പം നിന്നിട്ട് മാധ്യമപ്രവർത്തകർ വഹിച്ചിട്ടുള്ള പങ്കുകൾ ഇന്നത്തെ പത്രപ്രവർത്തനം വഴിയായിരുന്നില്ല. അന്നത്തെ സീനിയർ പത്രപ്രവർത്തകരൊക്കെ പലപ്പോഴും കലക്ടറേറ്റിലും ഓഫീസിൽ കയറി ഇറങ്ങുന്നത് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. ജില്ലാ കൗൺസിൽ മെമ്പറായ കാലത്ത് ഈ മുതിർന്ന പത്രപ്രവർത്തകരൊക്കെ യഥാർത്ഥ വാർത്തകളുടെ ഉറവിടം തേടി ഇറങ്ങി തിരിച്ചിരുന്ന മാധ്യമപ്രവർത്തകർ ഇപ്പോൾ നടക്കുന്നില്ല എന്നല്ല. അപ്പോൾ കാലം മാറി. ഇപ്പം അങ്ങനെ തന്നെ പോകേണ്ട കാര്യമില്ല. ഇവിടെ ഇരുന്നാൽ കുറേയൊക്കെ ആ കാര്യങ്ങൾ നമുക്കറിയാതെ ശ്രമിക്കാനും സൗകര്യങ്ങൾ മുമ്പതിൻ്റെ ദൃശ്യ മാധ്യമങ്ങൾ ഇല്ലാത്ത പ്രിന്റിംഗ് മീഡിയ മാത്രമല്ല കാര്യങ്ങൾ വലിയ കഠിനാധ്വാനമാണ് യഥാർത്ഥത്തിൽ സീനിയർ പത്രപ്രവർത്തകന്മാർ നിർവഹിച്ചത്. ചെറിയ ശമ്പളം ഉണ്ടാവും, എന്നാൽ ശമ്പളത്തെക്കാളെ തുച്ഛമായ വേതനത്തിന് വലിയ സേവനം ചെയ്തിട്ടുള്ളതാണ് മുതിർന്ന പത്രപ്രവർത്തകർ. ആ പത്രപ്രവർത്തകരുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നതിൽ സീനിയർ ജേർണലിസ്റ്റ് ഫോറം നടത്തിയിട്ടുള്ള നിരന്തരമായ ഇടപെടൽ എനിക്കറിയാം. ഈ സംഘടനയുടെ ഇടപെടലുമായിട്ടാണ് മുതിർന്ന പത്രപ്രവർത്തകർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വേണ്ടി കഴിയുന്നത്. വിളംബരത്തിന്റെ ഭാഗമായി ജില്ലയിലെ പഴയകാല പ്രസിദ്ധീകരണങ്ങളായിരുന്ന കവന കൗമുദി, ധന്വന്തരി മാസികകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പോസ്റ്ററിന്റെ അനാച്ഛാദനവും MLA നിർവഹിച്ചു. മലപ്പുറം പ്രസ് ക്ലബിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ചടങ്ങിൽ SJFK ജില്ലാ പ്രസിഡന്റ് വീക്ഷണം മുഹമ്മദ് അധ്യക്ഷം വഹിച്ചു. കവന കൗമുദി, ധന്വന്തരി മാസികകളെക്കുറിച്ച് മുൻ പ്രസ് ക്ലബ് പ്രസിഡന്റ് വിമൽ കോട്ടയ്ക്കൽ സംസാരിച്ചു. സംസ്ഥാന സെക്രട്ടറി പി ബാലകൃഷ്ണൻ, പ്രസ് ക്ലബ് പ്രസിഡന്റ് S മഹേഷ് കുമാർ, പ്രസ് ക്ലബ് സെക്രട്ടറി VP നിസാർ, SJFK ജില്ലാ സെക്രട്ടറി NV മുഹമ്മദ് അലി, ജോയിന്റ് സെക്രട്ടറി KPO റഹ്മത്തുള്ള തുടങ്ങിയവർ സംസാരിച്ചു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. അമ്മേ, എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടി. അമ്മയ്ക്ക് എന്താ വേണ്ടേ? ഒന്നും വേണ്ടടാ. പറയമ്മേ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, KSF-ൽ ഒരു ചിട്ടി ചേരും. KSF-യോ? ഹായ് വേണുമാമ. എന്താ ഒരു ചിരി? നീ ഇരിക്കുന്ന MNC ജോലിക്കുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചി KSF ചേർന്ന് ഉണ്ടാക്കിയതാ. നിന്നെ കോച്ചിങ്ങിന് വിടാനും പഠിപ്പിക്കാനുള്ള ചേച്ചിയുടെ ധൈര്യം KSF ആയിരുന്നു. KSF-യുടെ പുതിയ ഹാർമണി ചിട്ടിയുണ്ട്, ഉടനെ നീ അതിൽ ചേരണം. KSF ഹാർമണി ചിട്ടികൾ. അമ്മേ, KSF ചിട്ടിയിൽ ഞാൻ ചേർന്നു കേട്ടോ. നന്നായടാ. അമ്മയ്ക്ക് മോനും ഇപ്പോ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട്. KSF ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. KSF, ഈ നാടിന്റെ ധൈര്യം.